ഹലോ ഗായ്സ്, വെൽക്കം ടു മെഡ്ഹെഡർ. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്ന സ്റ്റെറിലൈസേഷൻ ആണ് കേട്ടോ. സോ എന്താണ് സ്റ്റെറിലൈസേഷൻ? എൻ്റെ മേജർ എയിം എന്താണ് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മളൊരു കാര്യം ചെയ്യാൻ പോവുകയാണെങ്കിൽ അതിൽ മൈക്രോ ഓർഗാനിസം കണ്ടാമിനേഷൻ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അത് നമ്മൾ ചെയ്യുന്ന ടെസ്റ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രോസസ്സ് ആയിക്കോട്ടെ, അതിനെ ബാധിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യത്തിന് മൈക്രോ ഓർഗാനിസം കണ്ടാമിനേഷൻ ഉണ്ടായിക്കൊണ്ട് നമ്മുടെ ഫൈനൽ പ്രൊഡക്റ്റിന് എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരികയോ അല്ലെങ്കിൽ അതെന്തെങ്കിലും രീതിയിൽ ക്വാളിറ്റിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ നമുക്ക് സ്റ്റെറിലൈസേഷൻ ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രൊസീജിയർ ത്രൂ ഔട്ടിൽ നമുക്ക് സ്റ്റെറിലൈസേഷൻ പല ഘട്ടങ്ങളിൽ നമുക്ക് ചെയ്യേണ്ടി വന്നേക്കും അല്ലേ. സോ ദ മേജർ എയിം ഈസ് ടു റിമൂവ് ഓൾ ദ മൈക്രോ ഓർഗാനിസം ഫ്രം ദ ഒബ്ജക്റ്റീവ് സർഫസ് ആണ് നമ്മുടെ മെയിൻ കാര്യം. സോ ഇത് സ്പോസ് ആയിരിക്കാം, ഇല്ലെങ്കിൽ ബാക്ടീരിയ ഓർ ലിവിങ് ഓർഗാനിസം, അത് എങ്ങനെയാണെങ്കിലും കണ്ടാമിനേഷൻ ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ടെങ്കിൽ തന്നെയും നമുക്ക് അതിനെ കില്ല് ചെയ്യേണ്ട ആവശ്യം വരും. സോ ബേസിക്കലി നമ്മൾ എന്താണ് മൈക്രോ ഓർഗാനിസം എന്നാണ് നമ്മളിതിനെ പറയുന്നത് കേട്ടോ. സോ നമുക്ക് നെക്സ്റ്റ് അറിയേണ്ടതെന്ന് വെച്ചാൽ ക്ലാസിഫിക്കേഷൻ അല്ല, സത്യം പറഞ്ഞാൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയണ്ട. സോ എന്താണ് ഡിസ്ഇൻഫെക്ഷൻ എന്നാ പറയാൻ പോകുന്നത്. സോ ക്ലാസിഫിക്കേഷൻ നമ്മൾ നെക്സ്റ്റ് പേജിലാണ് പഠിക്കുക കേട്ടോ. സോ എന്താ ഡിസ്ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്? പ്രോസസ് ഓഫ് ക്ലീനിങ് സംതിങ് എസ്പെഷ്യലി വിത്ത് എ കെമിക്കൽ ഇൻ ഓർഡർ ടു ഡിസ്ട്രോയ് ഓർ കിൽ ബാക്ടീരിയ ബട്ട് നോട്ട് നെസസറിലി സ്പോസ്. സോ ഡിസ്ഇൻഫെക്ഷൻ എന്താന്ന് നമുക്ക് ആദ്യം അറിയണം സ്റ്റെറിലൈസേഷന് മുന്നേ. സോ ഡിസ്ഇൻഫെക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒരു ബാക്ടീരിയനോ അല്ലെങ്കിൽ നമ്മൾ ഒരു ലിവിങ് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസം നമ്മൾ കില്ല് ചെയ്യാണ് ചെയ്യുക, പക്ഷെ അവരുടെ സ്പോസിനൊന്നും ഡാമേജ് ഇല്ല കേട്ടോ. സോ ഫിസിക്കൽ മെത്തേഡ് ആയിരിക്കാം, കെമിക്കൽ മെത്തേഡ്, റേഡിയേഷൻ, ഫിൽട്രേഷൻ, മെക്കാനിക്കൽ ഒക്കെയാണ് നമ്മൾ അതിനെ അങ്ങോട്ട് നോക്കാൻ പോകുന്നത്. സോ നമുക്ക് ജസ്റ്റ് ഡയറക്റ്റ്ലി എന്താണ് സ്റ്റെറിലൈസേഷൻ നോക്കാം. സോ സ്റ്റെറിലൈസേഷൻ പറയുമ്പോൾ നമുക്ക് മൂന്നിടത്ത് ഇരിക്കുന്നുണ്ട്. മെക്കാനിക്കൽ ഉണ്ട്, ഫിസിക്കൽ മെത്തേഡ് ഉണ്ട്, കെമിക്കൽ മെത്തേഡ് ഉണ്ട് കേട്ടോ. സോ മെക്കാനിക്കൽ മെത്തേഡ് ആണെങ്കിൽ സ്ക്രബിങ്, ഫിൽട്രേഷൻ, സെഡിമെന്റേഷൻ ആണ്. സോ ഫിസിക്കൽ മെത്തേഡ് ആണെങ്കിൽ മോയിസ്റ്റ് ഹീറ്റ്, ഡ്രൈ ഹീറ്റ്, സൺലൈറ്റ്, റേഡിയേഷൻ ആണ്. സോ മോയിസ്റ്റ് ഹീറ്റ് ആണെങ്കിൽ ബിലോ 100°C പാസ്ചറൈസേഷൻ ആണ് അവിടെ ചെയ്യുന്നത് കേട്ടോ. സോ ഡ്രൈ ആണെങ്കിൽ ഹോട്ട് എയർ ഓവൻ, ഇൻസിനറേഷൻ, ഫ്ലെയിമിങ്, സൺലൈറ്റ്, ലോ ടെമ്പറേച്ചർ, റെഡ് ഹീറ്റ്, ഇൻഫ്രാറെഡ് റേസ് ഒക്കെയാണ്. സൺലൈറ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. റേഡിയേഷൻ ഉണ്ട്, നോൺ അയോണൈസിങ് റേഡിയേഷൻ, എക്സാമ്പിൾ UV റേസ്. അയോണൈസിങ് റേഡിയേഷൻ എക്സ്റേ, ഗാമ റേസ് ആണ്. ആൻഡ് കെമിക്കൽ മെത്തേഡിലാണെങ്കിൽ ലിക്വിഡ്, ആൽക്കഹോൾസ്, ആൾഡിഹൈഡ്, ഹെവി മെറ്റൽസുകൾ, ഹാലജൻസ്, ഗ്യാസ്, ഫോമാൽഡിഹൈഡ്, എത്തിലീൻ ഓക്സൈഡ്സ് ആണ്. സോ ഈ ഒരു കോളം പഠിക്കുന്നത് എന്തുകൊണ്ടും അടിപൊളിയായിരിക്കും. കാര്യം ഏത് പഠിച്ചു കഴിഞ്ഞാൽ സ്റ്റെറിലൈസേഷൻ പഠിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഭയങ്കര സിമ്പിൾ ഭാഗമാണ്. സോ ഫസ്റ്റ് വൺ ഈസ് മെക്കാനിക്കൽ മെത്തേഡിൽ സ്ക്രബിങ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ഹാൻഡ് വാഷിങ് നമ്മൾ ചെയ്യാറുണ്ട് അല്ലേ. സോ എന്തിനാ ചെയ്യുന്നത്? ക്രോസ് കണ്ടാമിനേഷൻ അല്ലെങ്കിൽ ക്രോസ് ഇൻഫെക്ഷൻസ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമ്മൾ ഹാൻഡൊക്കെ സ്ക്രബ് ചെയ്യാറില്ല. ആ ഒരു പരിപാടിയാണ് സ്ക്രബിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. സോ രണ്ടാമത് ഫിൽട്രേഷൻ ആണ്. സോ ഫിൽട്രേഷൻ വെച്ചാൽ നമുക്കറിയാം ഒരു ലിക്വിഡോ ഗ്യാസോ ആയിക്കോട്ടെ, നമ്മൾ എന്താണ് സ്മോൾ പോസ് ഉള്ള ഒരു മെറ്റീരിയലിലൂടെ നമ്മൾ കടത്തി വിടുകയാണ് ചെയ്യുക. സോ ബേസിക്കലി നമ്മൾ വാക്സിൻസ്, ടോക്സിൻസ്, എൻസൈംസ് ഒക്കെയാണ് ചെയ്യാറുള്ളത്. ചെയ്യുന്ന ഫിൽട്രേഷൻ മീഡിയം എന്ന് പറയുന്നത് ഹെപ്പ ഫിൽട്ടർ ആകാം, മെംബ്രെയിൻ ഫിൽട്ടർ ആകാം. നൈട്രോസെല്ലാസ് കൊണ്ടിട്ടാണ് മെംബ്രെയിൻ ഫിൽറ്റേഴ്സ് ഉണ്ടാക്കുക കേട്ടോ. സോ ഇത്രയാണ് ഫിൽട്രേഷൻ. നമുക്ക് എല്ലാവർക്കും അറിയാം ഫിൽട്ടർ ചെയ്യുക, നമ്മൾ ചായ അരിക്കുക, നമുക്ക് എല്ലാവർക്കും അറിയാം ചായപ്പൊടി മാറ്റണം. ചായപ്പൊടിയാണ് മൈക്രോ ഓർഗാനിസം എങ്കിൽ നമുക്ക് മാറ്റണം. സോ ആ അരിപ്പേനാണ് നമ്മൾ ഹെപ്പ ഫിൽട്ടർ അല്ലെങ്കിൽ മെംബ്രെയിൻ ഫിൽറ്റേഴ്സ് കൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ആ ഒരു കാര്യം മാത്രം നോക്കി വെക്കാം. സോ നെക്സ്റ്റ് വൺ ഈ സെഡിമെന്റേഷൻ ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ വാട്ടറൊക്കെ നമ്മൾ ചെളിവെള്ളം കലക്കി കഴിഞ്ഞാൽ നമ്മൾ കുറേ നേരം വെച്ച് കഴിയുമ്പോൾ സെഡിമെന്റ് ചെയ്യില്ല. ആ ഒരു പരിപാടി തന്നെയാണ്. സോ പ്യൂരിഫിക്കേഷൻ ഓഫ് വാട്ടർ ബൈ ദിസ് മെത്തേഡ്, സെഡിമെന്റിങ് മെറ്റീരിയൽ ടുഗദർ വിത്ത് ബാക്ടീരിയ സെറ്റിൽ ഡൗൺ ഇൻ ദ ബോട്ടം ഓഫ് ദ ലിക്വിഡ്. സോ ബാക്ടീരിയയും കാര്യങ്ങളെല്ലാം താഴേക്ക് സെറ്റിൽ ആവുന്ന പരിപാടിയാണ് സെഡിമെന്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. സോ ഇതൊക്കെ പേര് പറയുന്ന പോലെ തന്നെ ഭയങ്കര എളുപ്പമാണ്. സോ നെക്സ്റ്റ് വൺ ഈസ് ഫിസിക്കൽ മെത്തേഡിൽ ഫസ്റ്റ് വൺ ഈസ് സൺലൈറ്റ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം സൺലൈറ്റിൽ UV റേസ് ഉണ്ടല്ലേ. സോ ഇതെന്താ ചെയ്യുക? നമ്മുടെ ബാക്ടീരിയയുടെ DNA മാറ്റങ്ങൾ വരുത്തും. അതുകൊണ്ട് തന്നെ ഫർദർലി എന്ത് ചെയ്യില്ല, ബാക്ടീരിയക്ക് റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റാണ്ടാവുകയാണ് ചെയ്യുക. സോ ഈ UV റേസ് ആൻറ്റി മൈക്രോബിയൽ ആക്ഷൻ ഉണ്ട്. സോ നമ്മുടെ ബ്ലാങ്കറ്റ്, പില്ലോസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെ നമുക്ക് സ്റ്റെറിലൈസ് ചെയ്യാം സൺലൈറ്റ് വെച്ചുകൊണ്ട് കേട്ടോ. സോ അതുകൊണ്ടാണ്
പാത്രമൊക്കെ നമ്മൾ സൂര്യപ്രകാശത്ത് വെക്കുന്നത് കൊണ്ട് എന്ത് ഗുണമുള്ള കാര്യമാണ്. സോ നെക്സ്റ്റ് ഇസ് ഡ്രൈ ഹീറ്റ് ആണ്. സോ ഡ്രൈ ഹീറ്റിൽ നമുക്ക് ഡയറക്റ്റ് ഫ്ലെയിമിംഗ് മെത്തേഡ് ചെയ്യാം. സോ നമ്മൾ ഡയറക്റ്റ്ലി തീയിൽ കാണിക്കുക ആ പരിപാടി തന്നെയാണ്. വെരി എഫക്റ്റീവ് മെത്തേഡാണ്. പിന്നെ അത് മാത്രമല്ല, നമുക്ക് ഇവിടെ എന്താ നടക്കുക, കത്തുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആഷസ് അല്ലേ ഫോം ചെയ്യാം. സോ അതുകൊണ്ട് തന്നെ ദിസ് ഈസ് യൂസ് ടു സ്റ്റെറിലൈസ് ഇനോക്കുലേറ്റിംഗ് ലൂപ്സ് ആൻഡ് സ്റ്റെറിലൈസിങ് നീഡിൽ ആൻഡ് ഇൻസ്ട്രുമെന്റ് കില്ലിംഗ് ഓർഗാനിസം. സോ നമ്മൾ ഇനോക്കുലേഷൻ ലൂപ്സുകൾ ചെയ്യാറുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ ബാക്ടീരിയ ഒക്കെ കൾച്ചർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബാക്ടീരിയ എടുക്കുന്നതിനും അല്ലെങ്കിൽ എടുത്തതിന് ശേഷം നമ്മൾ ഫ്ലെയിമിൽ കാണിച്ച് സ്റ്റെറിലൈസ് ചെയ്യാറുണ്ട് കേട്ടോ. ഇതൊക്കെ ബി ഫാം കഴിഞ്ഞ ആൾക്കാർക്ക് അറിയുണ്ടാവും. ഡി ഫാം കഴിഞ്ഞ ആൾക്കാർക്ക് വലിയ ഗ്രാഹ്യം ഉണ്ടാവില്ലേ, സോ വിട്ടേക്കൂ. പിന്നെ നമ്മൾ നീഡിൽസ് ഒക്കെ സ്റ്റെറിലൈസ് ചെയ്യാൻ ഉപയോഗിക്കാറുണ്ട്. പിന്നെ ഇൻസ്ട്രുമെന്റ്സിൽ നിന്നൊക്കെ മൈക്രോ ഓർഗാനിസത്തിനൊക്കെ റിമൂവ് ചെയ്യണമെങ്കിലും നമുക്ക് ഈ പരിപാടി ചെയ്യാം എന്നുള്ളതാണ്. സോ നെക്സ്റ്റ് വൺ ഈസ് ഇൻസിനറേഷൻ ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലാ ഹോസ്പിറ്റലും ഇൻസിനറേറ്റ് ചെയ്യാറുണ്ട്, കത്തിക്കാറുണ്ട്, അത്രയേ ഉള്ളൂ. പക്ഷെ അത് ക്ലോസ്ഡ് ആയിരിക്കും. അതിന് ക്ലോസ്ഡ് ആയിട്ടുള്ളൊരു അതിനകത്ത് നമ്മളെല്ലാം കൂടെ വരി പറക്കി ഇട്ടിട്ട് കത്തിക്കുന്ന പരിപാടിയാണ് കേട്ടോ. സോ നെക്സ്റ്റ് ഇസ് ഹോട്ട് എയർ ഓവൻ ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ്, നമ്മൾ എല്ലാവരും കണ്ടിട്ടും ഉണ്ടായിരിക്കും അല്ലെ, നമ്മുടെ ഗ്ലാസ് ബയേഴ്സുകൾ, സിറിഞ്ചുകൾ, നീഡിൽസ്, കൾച്ചർ ട്യൂബ്സുകൾ, ഇതിലൊക്കെ മൈക്രോ ഓർഗാനിസം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അതിന് സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യാറാണ് പതിവുള്ളത്. സോ ദ വെജിറ്റേറ്റീവ് ഫോം of bacteria can be killed by this at 160 degree Celsius for 1 hour. അതായത് ഒരു മണിക്കൂർ നമുക്ക് 160 ഡിഗ്രി സെൽഷ്യസിൽ നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ എക്സ്പോസ് ചെയ്താൽ മാത്രമേ ഹോട്ട് എയർ ഓവനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വി ക്യാൻ കിൽ ദ ബാക്ടീരിയ കേട്ടോ. സോ ഈ ഒരു പോയിന്റ് മാത്രമാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. ബാക്കി എല്ലാം ഭയങ്കര സിമ്പിൾ പോയിന്റ്സ് ആയിരുന്നു. സോ ഈ ഒരു 160 ഡിഗ്രി സെൽഷ്യസ് ഫോർ 1 hour ഫോർ ഹോട്ട് എയർ ഓവൻ എവിടെയെങ്കിലും നോക്കി വെച്ചുകൂടാ. ഇതാണ് ഹോട്ട് എയർ ഓവൻ കേട്ടോ. ഇതാണ് സംഭവമൊക്കെ കേട്ടോ, ഇതാണ് സാധനം. സോ ഇത്രയേ ഉള്ളൂ ഹോട്ട് എയർ ഓവൻ പറയാനാണെങ്കിൽ. സോ നെക്സ്റ്റ് ഇസ് മോയിസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷൻ ആണ്. ഈ നമുക്ക് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് പോയിന്റ്സ് നമുക്ക് നോക്കേണ്ട ആവശ്യമുണ്ട്. സോ അറ്റ് ടെമ്പറേച്ചർ ഓഫ് 100 ഡിഗ്രി സെൽഷ്യസ് ബോയിലിംഗ്, 100 ഡിഗ്രി സെൽഷ്യസ് ബോയിലിംഗ് ഫോർ 3 to 5 minutes ആണ് ടു കിൽ മൈക്രോ ഓർഗാനിസം എക്സെപ്റ്റ് സ്പോർ ബിയറിംഗ് ഓർഗാനിസം. ചില ഓർഗാനിസത്തിൽ സ്പോർസ് ഉണ്ടായിരിക്കും, സോ അതിനെ കില്ല് ചെയ്യാൻ പറ്റില്ല. സോ ഈ മൈക്രോ ഓർഗാനിസത്തിന് ലൈക്ക് ബാക്ടീരിയ കില്ല് ചെയ്യണം എന്നുണ്ടെങ്കിൽ 100 ഡിഗ്രി സെൽഷ്യസ് ബോയിലിംഗ് ആയിരിക്കും. സോ 3 to 5 minutes നമ്മൾ ചെയ്യാം. സോ ദിസ് മെത്തേഡ് ഇസ് സ്യൂട്ടബിൾ ഫോർ ഇനാമൽ, മെറ്റൽ, ഗ്ലാസ്, റബ്ബർ വെയേഴ്സിലൊക്കെ നമുക്ക് ഭയങ്കര എളുപ്പമാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ പോയിന്റ്സ് ടു റിമെമ്പർ, നമ്മൾ മോസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ദ ആർട്ടിക്കിൾ മസ്റ്റ് ബി ക്ലീൻ ബൈ സ്ക്രബിംഗ് ടു റിമൂവ് ദ ഓർഗാനിക് മാറ്റർ. നമ്മൾ ഓൾറെഡി പറഞ്ഞ സ്ക്രബിംഗ് മെത്തേഡ് നമ്മൾ ചെയ്തിരിക്കണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, മോസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷൻ ചെയ്യാൻ പാടുള്ളൂ. ഗ്രേറ്റ് കെയർ ഷുഡ് ബി ടേക്കൺ ഫോർ ഗ്ലാസ് ആർട്ടിക്കിൾസ് ആൻഡ് ദേ ഷുഡ് ബി റാപ്ഡ് വിത്ത് ക്ലോത്ത് ആൻഡ് പുട്ട് ഇൻ എ കോൾഡ് വാട്ടർ ദെൻ ബ്രോട്ട് ടു ബോയിൽ. അതായത് നമ്മൾ ഗ്ലാസ് ആർട്ടിക്കിൾസ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഗ്ലാസ് പാത്രങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ നന്നായിട്ട് റാപ്പ് ചെയ്തതിന് ശേഷം, ക്ലോത്ത് കൊണ്ട് റാപ്പ് ചെയ്തിട്ട് തണുത്ത വെള്ളത്തിൽ ഇട്ടതിന് ശേഷം വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ബോയിൽ ചെയ്യാൻ വേണ്ടി കൊണ്ടുവരേണ്ടത്. ദ ഓർഗാനിക് മാറ്റേഴ്സ് വിച്ച് കൊയാഗുലേറ്റ് അറൌണ്ട് ദ ഓർഗാനിസം ആൻഡ് പ്രൊട്ടക്ട് ദം. സോ നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ഓർഗാനിക് മാറ്റേഴ്സുകൾ എന്താ ചെയ്യുക ഉണ്ടെങ്കിൽ, ഇപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞു സ്ക്രബ് ചെയ്യണം ഓർഗാനിക് മാറ്റേഴ്സ് കളയാൻ വേണ്ടി. ഇനി ഓർഗാനിക് മാറ്റേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഓർഗാനിസത്തിനെ എന്ത് ചെയ്യുന്നു, പ്രൊട്ടക്റ്റ് ചെയ്യുക. ടെസ്റ്റിംഗ് മെറ്റീരിയൽസ് ടു ചെക്ക് എഫക്റ്റീവ്നെസ് ഓഫ് സ്റ്റെറിലൈസേഷൻ. സോ അത് മാത്രമല്ല, നമ്മൾ സ്റ്റെറിലൈസേഷൻ ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ നോക്കുക സ്റ്റെറിലൈസേഷൻ നമ്മൾ എഫക്റ്റീവ് ആണോ അല്ലയോ എന്ന് നമ്മൾ നോക്കേണ്ട ആവശ്യമുണ്ട് കേട്ടോ. സോ ഇത്രയും കാര്യമാണ് അവിടെ നോക്കേണ്ടത്. നെക്സ്റ്റ് വൺ ഇസ് ഓട്ടോക്ലേവ് ആണ്. സോ ഓട്ടോക്ലേവ്സിൽ എബോവ് 100 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ ആയിരിക്കും കേട്ടോ. സോ ഇവിടെ എന്താ നമ്മൾ പറഞ്ഞത്, നമ്മൾ ഇതിന് മുന്നേ ഉള്ളതിൽ നമ്മൾ എന്താ പറഞ്ഞത്, ഇവിടെ ഹോട്ട് എയർ ഓവൻ പറഞ്ഞു 160 ഫോർ 1 hour. ആ ഒരു ഫസ്റ്റ് പോയിന്റ് നോക്കാം. സോ മോസ്റ്റ് ഹീറ്റിൽ 100 ഡിഗ്രി സെൽഷ്യസ് ആണ് കേട്ടോ. സോ നെക്സ്റ്റ് വൺ ഈസ് ഓട്ടോക്ലേവിംഗ് ആണ്. സോ എബോവ് 100 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ. സോ സ്പോർ ബിയറിംഗ് ഓർഗാനിസം, example Clostridium tetani are killed by steam under pressure. Autoclave is an apparatus used for sterilization of article by steam under pressure. So നോർമലി നമ്മുടെ പ്രഷർ കുക്കർ ആലോചിച്ചാൽ മതി കേട്ടോ. സോ അതാണ് പരിപാടി. സോ സ്പോർസ് ഉള്ളതിനെയും കൊല്ലും എന്നുള്ളതാണ്. മൈക്രോ ഓർഗാനിസം പ്ലസ് സ്പോർസ് ആണ് ഓട്ടോക്ലേവ് കൊല്ലുക കേട്ടോ. സോ ഇതൊരു മെറ്റൽ ചേംബർ ആണ്. ഒരു ഔട്ട്സൈഡ് ജാക്കറ്റ് ഉണ്ടായിരിക്കും, നമുക്ക് ക്ലാമ്പ് ചെയ്യാൻ പറ്റും. സോ അകത്ത് വെള്ളം തിളച്ചതിന് ശേഷമാണ് മേലേക്ക് വരിക. നമ്മുടെ സെയിം പ്രഷർ കുക്കർ എങ്ങനെയാണോ വർക്ക് ചെയ്യുക, നമ്മൾ പുറത്തുനിന്ന് തീ കൊടുക്കുന്നത് അങ്ങനെയല്ല. ഇത് അകത്ത് തന്നെ ചൂടൊരു ഹീറ്റിംഗ് കോയിൽ ഉണ്ടായിരിക്കും. ഹീറ്റിംഗ് കോയിൽ ചൂടാകുന്നതനുസരിച്ച് വെള്ളം തിളച്ച് മേലേക്ക് പോകുന്നു. സോ ഓൾറെഡി ഒരു പ്രഷർ കൊടുത്തിട്ടുണ്ടാവും. ആ പ്രഷറിനകത്തിരുന്ന് ഇത്
കില്ല് ചെയ്യുന്ന പരിപാടിയാണ് കേട്ടോ. സോ അത് മാത്രമല്ല ക്ലോസ്ഡ് കണ്ടെയ്നർ ആയിരിക്കും, നല്ല കംപ്രഷൻ ഉണ്ടായിരിക്കും. സോ നോർമലി 120°C ഫോർ 15 to 30 minutes ആണ് നമ്മൾ ചെയ്യാറുള്ളത് കേട്ടോ. സോ നമ്മൾ എന്താ ചെയ്യുക, അതിനുശേഷം നമ്മൾ ഓഫ് ചെയ്യുന്ന പരിപാടിയാണ് നമ്മൾ ചെയ്യുക കേട്ടോ. ഇതാണ് ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ. പ്രഷർ കുക്കർ ആലോചിച്ചാൽ മതി കേട്ടോ, അത്രയേ ഉള്ളൂ. സോ ഇതിൻ്റെ ആ ഒരു മെക്കാനിസം ഒന്നും ചോദിക്കാനുള്ള ചാൻസ് ഒന്നും ഇല്ല. ജസ്റ്റ് ഇത് മനസ്സിലാക്കി വെക്കുക. നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇത്രയും വേണ്ട, നമുക്ക് ഇത്രയും ഈ ഒരു പോയിന്റ്സ് മാത്രം മതി, അല്ലാണ്ട് ഒരു എസ് എഴുതുന്ന രീതിയിലൊന്നും പോവേണ്ട ആവശ്യം നമുക്കില്ല കേട്ടോ. സോ നെക്സ്റ്റ് വൺ ഇസ് പാസ്ചറൈസേഷൻ ആണ്. ടെമ്പറേച്ചർ അറ്റ് 62.8°C ആണ്. സോ നമ്മൾ കൂടുതലും പാസ്ചറൈസേഷൻ കേട്ടിട്ടുള്ളത് മിൽക്കിലാണ് കേട്ടിട്ടുള്ളത് അല്ലേ, ലൂയിസ് പാസ്ചറിൻ്റെ ഒക്കെയാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. സോ 72°C ഫോർ 15 minutes നമുക്ക് ചെയ്യാം. സോ നമ്മുടെ ഫുഡിലോ അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന മെറ്റീരിയൽസ് നമുക്ക് മൈക്രോ ഓർഗാനിസം ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ കില്ല് ചെയ്യാൻ വേണ്ടി കൊല്ലാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കുന്ന പരിപാടിയാണ്. സോ നോർമലി മിൽക്ക്, ക്രീം, ആൽക്കഹോളിക് ബീവറേജസുകളിലൊക്കെയാണ് നമ്മൾ നോർമലി ഇത് ചെയ്യുക, പാസ്ചറൈസേഷൻ നമ്മൾ ചെയ്യുക കേട്ടോ. സോ ഇത് ബേസിക് പ്രിൻസിപ്പിൾ ആണ്. സോ നെക്സ്റ്റ് വൺ ഈസ് കെമിക്കൽ മെത്തേഡ്സ് ആണ്. സോ നമ്മൾ സർട്ടൈൻ ഡിസ്ഇൻഫെക്റ്റൻസുകൾ കൊണ്ടുവച്ചിട്ടാണ് നമ്മൾ ചെയ്യുക. നോർമലി കൂടുതലും കെമിക്കൽ മെത്തേഡുകൾ അധികം ഉപയോഗിക്കാറില്ല. അതിനൊരു മേജർ കാരണം നമ്മൾ കെമിക്കൽ മെത്തേഡ് ചെയ്യുമ്പോൾ മേ ബി ഈ നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് അബ്സോർബ് ചെയ്യുകയും അത് പിന്നെ നമുക്ക് ഫെർദർലി അത് കാരണം നമ്മളെ ടിഷ്യൂവിന് ഡാമേജ് വരാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഡെറ്റോൾ കൊണ്ടിട്ട് നമ്മൾ നന്നായിട്ട്, അല്ലെങ്കിൽ ക്രസോൾ കൊണ്ട് നമ്മൾ നന്നായിട്ട് എന്ത് ചെയ്തു, ഡിസ്ഇൻഫെക്റ്റൻറ്റ് ചെയ്തു, അല്ലെങ്കിൽ നമ്മൾ മൈക്രോ ഓർഗാനിസത്തിനെ കില്ല് ചെയ്തു എന്ന് വെച്ചോളൂ. പക്ഷെ നമ്മൾ എന്നിട്ട് അതുകൊണ്ട് നമ്മുടെ വൂണ്ടിലേക്ക് നമ്മൾ കൊണ്ടുവയ്ക്കാൻ പറ്റുമോ? ഇല്ല. സോ അത് നമുക്ക് ഡാമേജ് ഉണ്ടാക്കും. സോ അതുകൊണ്ട് തന്നെ കെമിക്കൽ മെത്തേഡിന് ഒരുപാട് ഡിസഡ്വാൻറ്റേജസുകൾ ഉണ്ട് കേട്ടോ. സോ കൂടുതലും കെമിക്കൽ മെത്തേഡ്സ് എന്ന് പറയുമ്പോൾ ഫ്ലോർ ക്ലീനിങ് അതൊക്കെയാണ് കൂടുതലും വരിക. സോ നമ്മൾ കുറച്ച് എക്സാമ്പിൾസ് പറയുന്നുണ്ട്. സോ നിങ്ങൾ പഠിച്ചോളൂ കേട്ടോ. ഞാൻ എടുത്ത് പറയുന്നില്ല, ജസ്റ്റ് ഓടിച്ച് പറയുന്നേ ഉള്ളൂ. ദ കോമൺ കെമിക്കൽസ് ആണ്. ദ ഫേസ്റ്റ് വൺ ഈസ് ഡെറ്റോൾ ആണ്. സോ അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇൻസ്ട്രുമെൻസുകൾ, തെർമോമീറ്ററും ഒക്കെ നമുക്ക് സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. 5 to 50% സൊല്യൂഷൻ ഈസ് യൂസ് ടു ഡ്രോയിങ് ആൻഡ് വൂണ്ട് ഇറിഗേഷൻ. സോ 5 മുതൽ 50% സൊല്യൂഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വൂണ്ട് ഇറിഗേഷൻ, വൂണ്ട് വൃത്തിയാക്കാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. നെക്സ്റ്റ് വൺ ഈസ് സാവലോൺ ആണ്. 1:30 സൊല്യൂഷൻ ആണ് നമ്മൾ വെജിറ്റേറ്റീവ് ബാക്ടീരിയ കില്ല് ചെയ്യാൻ വേണ്ടി. ഈ ഒരു ഇതൊക്കെ പോയിന്റ്സ് ഒക്കെ നോക്കി വെച്ചോ കേട്ടോ, എന്തായാലും ചിലപ്പോൾ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. 5 to 50% ഇറിഗേഷൻ, 1:30% ആണ് ബാക്ടീരിയ കില്ല് ചെയ്യുന്നത്. പിന്നെ ക്ലോറൈഡ്, ലൈം ആണ്. ബ്ലീച്ചിങ് പൗഡർ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. സോ വെള്ളം നമുക്കറിയാം, വെള്ളത്തിൽ സ്റ്റൂൾസ്, യൂറിൻ, സ്പൂട്ടോ ഒക്കെ നമുക്ക് ഡിസ്ഇൻഫെക്റ്റൻറ്റ് ചെയ്യാനും. പിന്നെ അത് മാത്രമല്ല നമുക്ക് എല്ലാവർക്കും അറിയാം ഇതിൻ്റെ ഒരു പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ എയറുമായിട്ട് എക്സ്പോസ് ആയി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, ഇത് പോവും, ഒരുപാട് വെള്ളത്തിന് ഇറങ്ങി പോകുമല്ലേ. നമ്മളിപ്പോൾ ഇന്ന് ക്ലോറിൻ ഇട്ട് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ആ വെള്ളത്തിൽ നോക്കുകയാണെങ്കിൽ ക്ലോറിൻ ഉണ്ടാവില്ല, എൻ്റെ അംശം ഉണ്ടാവില്ല. ആ ഒരു സംഭവമാണ്. നെക്സ്റ്റ് ഇസ് ഫോർമലിനാണ്. 40% സൊല്യൂഷൻ ഈസ് യൂസ് ടു ഡിസ്ഇൻഫെക്റ്റൻ ഫീസസ്, യൂറിൻ, സ്പൂട്ടം. സോ നമ്മൾ 40% സൊല്യൂഷൻ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഫോർമലിൻ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. സോ നമ്മൾ ഡിസ്ഇൻഫെക്റ്റൻ്റ് ആയിട്ടൊക്കെ ഉപയോഗിക്കാറുണ്ട്. സോ ഇറ്റ് ഈസ് നോട്ട് യൂസ് ഫോർ സ്കിൻ ആൻഡ് ടിഷ്യൂ ആൻഡ് ഇറ്റ് ഈസ് എൻ ഇറിറ്റൻറ്റ്. സോ നമ്മൾ സ്കിന്നിലും ടിഷ്യൂലും ഉപയോഗിക്കാറില്ല, ബിക്കോസ് എന്താണ്, അത് ഇറിറ്റൻ്റ് ആയതുകൊണ്ട് കേട്ടോ. സോ നെക്സ്റ്റ് ടിഞ്ചർ ഓഫ് അയഡിൻ ആണ്. ഒരുപാട് പ്രാവശ്യം നമ്മൾ പഠിച്ചതാണ് ടിഞ്ചർ ഓഫ് അയഡിൻ. 1:2% അയഡിൻ നമ്മൾ വൂണ്ട് ക്ലീൻ ചെയ്യാനും ഒക്കെ, ഇഞ്ചുറി ഒക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ്. 1 to 5% നമ്മൾ സൊല്യൂഷൻ എന്ത് ചെയ്യാറുണ്ട്, ക്ലീനിങ് വൂണ്ട്, പസ്സൊക്കെ റിമൂവ് ചെയ്യാനും ഇയർ ഇൻഫെക്ഷൻ ഒക്കെ വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം ഹൈഡ്രജൻ പെറോക്സൈഡ് ഒരു ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. പതഞ്ഞു പൊങ്ങുന്ന ഒരു പരിപാടി എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഹൈഡ്രജൻ പെറോക്സൈഡിൽ. സോ ഇത് ജസ്റ്റ് നോക്കിയാൽ മതി, ഇതിൻ്റെ യൂസും ആ ഒരു എത്ര റേഷ്യോ പറയുന്നതിന് മാത്രം നോക്കിയാൽ മതി. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് പൊട്ടാസ്യം പെർമാഗ്നേറ്റ് ആണ്. ഇതും ഒരു ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. നമുക്ക് മൗത്തിലൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. മൗത്തിലൊക്കെ വൂണ്ടൊക്കെ വരുമ്പോൾ നമ്മൾ കൂടുതൽ ഉപയോഗിക്കാറുണ്ട്. സോ മൗത്തിൽ ഉപയോഗിക്കുമ്പോൾ 1:1000 സ്ട്രെങ്ത് ആണ് റേഷ്യോയിൽ നമ്മൾ യൂസ് ചെയ്യുക കേട്ടോ. സോ വൂണ്ട് ഇറിഗേറ്റ് ചെയ്യാൻ, വൂണ്ട് കഴുകാൻ നമ്മൾ ഉപയോഗിക്കാറില്ല, ആ ഒരു പരിപാടിയാണ് കേട്ടോ. സോ നെക്സ്റ്റ് ഇസ് കാർബോളിക് ആസിഡ് അല്ലെങ്കിൽ ഫീനോൾ എന്ന് പറയും. സോ ഫീനോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഡയറക്ട്ലി വൂണ്ടിൽ അങ്ങനെ ഉപയോഗിക്കാറില്ല, കാരണം സ്കിൻ ഇറിറ്റേഷൻ ഉള്ളത് കൊണ്ട്. അത് മാത്രമല്ല പോയിസണസും കൂടെയാണ്. സോ ഫീസസ്, അത് എന്താ പറയുക, പസ്, ബ്ലഡ്, സ്പൂട്ടം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഡിസ്ഇൻഫെക്റ്റൻറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. അത് മാത്രമല്ല
മാത്രമല്ല ഡിസോൾവ് എയർലി ഇൻ ഹോട്ട് വാട്ടർ ഫോർ തെർമോമീറ്റർ 1:20 സൊല്യൂഷൻ ഫോർ ഡ്യൂറേഷൻ ഓഫ് 10 minutes. സോ നമുക്ക് തെർമോമീറ്റർ ഒക്കെ നമുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഹോട്ട് വാട്ടറിൽ 1:20 സൊല്യൂഷൻ എന്ന രീതിയിൽ ഡ്യൂറേഷൻ ഓഫ് 10 minutes നമുക്ക് ചെയ്യാം. സോ ലൈസോൾ ആണ് നെക്സ്റ്റ് എക്സാമ്പിൾ. സോ ഫീനോൾ പ്രിപ്പറേഷൻ മിക്സ്ഡ് വിത്ത് സോപ്പ് ആണ് ലൈസോൾ. അതായത് നമ്മൾ മേലെ പറഞ്ഞ ഈ കാർബോളിക് ആസിഡിൽ അല്ലെങ്കിൽ ഫീനോൾ മിക്സ്ഡ് വിത്ത് സോപ്പ് സൊല്യൂഷൻ കേട്ടോ. സോ ഇത് ലെസ് പോയിസണസ് ആണ് നമ്മൾ ഫീനോളിനെ വെച്ച് നോക്കുവാണെങ്കിൽ, കാര്യം മിക്സഡ് വേർഷൻ ആണല്ലോ. സോ ഗ്രേറ്റർ ബാക്ടീരിയൽ ആക്ഷൻ ഉണ്ട്. 2% സൊല്യൂഷൻ ആണ് ഫോർ 6 to 8 hours ഈസ് വെഡ് ഫോർ ഡിസ്എൻഗേജിങ് ലിവൻസ്. സോ നോർമലി നമ്മൾ 2% സൊല്യൂഷൻ ഉപയോഗിക്കണം കേട്ടോ, 6 മുതൽ 8 മണിക്കൂർ. സോ ഇതിനെ കില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ നെക്സ്റ്റ് വൺ ഈസ് ഈഥൈൽ ആൽക്കഹോൾ ആണ്. 70% നമുക്ക് സ്കിൻ ഡിസ്ഇൻഫെക്റ്റന്റിന് എഫക്റ്റീവ് ആണ്. എനിക്ക് തോന്നുന്നു കൂടുതലും വരുന്ന ഈഥൈൽ ആൽക്കഹോളിൽ 70% തന്നെയാണ് വരുന്നത് അല്ലേ. സെർട്ടൻ ഗ്യാസിലേക്ക് ഫോമാൽഡിഹൈഡ്, ഗ്ലൂട്രൈൽ ഡീഹൈഡ് ആർ യൂസ്ഡ് ഇൻ ഡിസ്ഇൻഫെക്ഷൻ ഓഫ് റൂമിൻ്റെ ഒക്കെ ഡിസ്ഇൻഫെക്റ്റിന് വേണ്ടി ഇത് ഉപയോഗിക്കാറുണ്ട്. സോ ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി, എക്സാമിനൊന്നും ചോദിക്കാനുള്ള ചാൻസ് ഭയങ്കര കുറവാണ്, അങ്ങനെ എടുത്ത് ചോദിക്കില്ല കേട്ടോ. സോ നെക്സ്റ്റ് വൺ ഈസ് റേഡിയേഷൻ ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. സോ റേഡിയേഷൻ എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യുന്നത് ലെങ്ത്, ഇൻറ്റൻസിറ്റി, ഡ്യൂറേഷൻ, അയണൈസിങ് റേഡിയേഷൻ. അയണൈസേഷൻ റേഡിയേഷൻ അല്ല, ബേസിക്കലി നമുക്ക് എത്ര ലെങ്ത്തിൽ അത് അടിക്കുന്നു, എത്ര ഇൻറ്റൻസിറ്റി ഉണ്ട്, എത്ര ഡ്യൂറേഷൻ ഉണ്ട് എന്ന് നോക്കിയിട്ടാണ്. ഫസ്റ്റ് വൺ ഈസ് അയണൈസിങ് റേഡിയേഷൻ ആണ്. ഗാമ റേസ് ആൻഡ് എക്സ്റേസ് ആർ ബോത്ത് ടൈപ്പ് ഓഫ് ഹൈ എനർജി ഇലക്ട്രോൺ അല്ലെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ. സോ നമ്മൾ കൂടുതലും ഗാമ റേസും എക്സ്റേസിനുമാണ് ഹൈ ആയിട്ടുള്ള എനർജി ഇലക്ട്രോൺ അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ഉള്ളത്, അല്ലെങ്കിൽ ഹൈ ഫ്രീക്വൻസി ഉള്ളത് കേട്ടോ. സോ ഗാമ റേസിനും എക്സ്റേസിനും അത് കിട്ടിയല്ലോ. ദീസ് റേസ് ക്യാൻ കോസ് ഡിസ്ട്രക്ഷൻ ഓഫ് ദ DNA ഇൻ മൈക്രോബ്. സോ മൈക്രോ ഓർഗാനിസത്തിന്റെ DNA ഡിസ്ട്രക്ഷന് വേണ്ടിയിട്ട് ഗാമ റേസിനും എക്സ്റേസിനും പറ്റും എന്നുള്ളതാണ് കേട്ടോ. ദ പ്രിൻസിപ്പൽ എഫക്ട് ഓഫ് അയണൈസിങ് റേഡിയേഷൻ ഈസ് ദ അയണൈസേഷൻ ഓഫ് വാട്ടർ വിച്ച് ഫോം ഹൈ റെക്റ്റീവ് ഹൈഡ്രോക്സിൽ റേഡിക്കൽ ഓൺ അയണൈസിങ് റേഡിയേഷൻ റേസ്. സോ നോർമലി നമ്മൾ കൂടുതലും ഈ റേഡിയേഷൻ നമ്മൾ ഉപയോഗിക്കുന്നത് വാട്ടറിന്റെ ട്രീറ്റ്മെന്റുകളിലൊക്കെയാണ് കൂടുതലും ഉപയോഗിക്കുക കേട്ടോ. സോ ഫർദർലി എൻ്റെ കെമിക്കൽ പ്രോസസ്സൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് വാട്ടർ പ്രോസസ് ഉപയോഗിക്കുന്നത് മാത്രം പഠിച്ചാൽ മതി കേട്ടോ. സോ അതെന്താ വെച്ചാൽ ഹൈലി റിയാക്റ്റീവ് ഹൈഡ്രോക്സിൽ റേഡിക്കൽസ് ഉണ്ടാവും അയണൈസിങ് റേഡിയേഷൻ റേസ് വെച്ചിട്ട് കേട്ടോ. അത്രയൊന്നും പോകേണ്ട ആവശ്യമില്ല. സോ UV ലൈറ്റ് ഡാമേജസ് ദ DNA ഓൺ ദ എക്സ്പോസൽ. സോ നെക്സ്റ്റ് UV ലൈറ്റ്സിൻ്റെ കാര്യം പറയുന്നുണ്ട്. UV ലൈറ്റ്സ് എന്താ ചെയ്യുക, എക്സ്പോസ്ഡ് സെൽസിന്റെ DNA ഡാമേജ് ചെയ്യുന്നു. ഇറ്റ് കോസ് ബോണ്ട് ടു ഫോം ബിറ്റ്വീൻ അഡ്ജസൻറ്റ് തൈമിൻ ഡൈംസ് ഇൻ DNA ചെയിൻ ആൻഡ് ഇൻഹിബിറ്റ് റെപ്ലിക്കേഷൻ. സോ റെപ്ലിക്കേഷൻ ഇൻഹിബിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. സോ റേഡിയേഷൻ ആർ യൂസ്ഡ് ഫോർ സ്റ്റെറിലൈസിങ് ഫാർമസ്യൂട്ടിക്കൽ ആൻഡ് മെഡിക്കൽ ഡെന്റൽ കെയർ. അത് നമ്മൾ റേഡിയേഷൻ എവിടെയൊക്കെ ഉപയോഗിക്കണം വെച്ചാൽ നമ്മൾ ഫാർമസ്യൂട്ടിക്കലിൽ സ്റ്റെറിലൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടും മെഡിക്കൽ ഡെന്റൽ കെയർ ഇല്ലേ, വാക്കിയൊക്കെ വെക്കുന്ന ക്ലിപ്പുകൾ അങ്ങനെയൊക്കെയുള്ള പരിപാടിക്കൊക്കെ നമ്മൾ റേഡിയേഷൻ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ദ UV ലാമ്പ് ഇൻ ദ മൈക്രോബയോളജിക്കൽ ലബോറട്ടറി. സോ നമ്മൾ UV ലാമ്പുകൾ മൈക്രോബയോളജിക്കൽ ലബോറട്ടറീസിൽ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. സോ ഇതൊക്കെ ബേസിക് കാര്യങ്ങളാണ്, ഇതൊന്നും അധികമൊന്നും പഠിക്കാനില്ല, ജസ്റ്റ് എന്താ യൂസ് മാത്രം മനസ്സിലാക്കിയാൽ മതി. നെക്സ്റ്റ് വൺ ഇസ് ഫ്യൂമിഗേഷൻ ഓർ ഗ്യാസ് സ്റ്റെറിലൈസേഷൻ ആണ്. സോ ഫ്യൂമിഗേഷൻ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച് എവിടെ കണ്ടിട്ടുള്ളത്, നിങ്ങൾ ഹോസ്പിറ്റൽസിലായിരിക്കും അല്ലെ. പേഷ്യൻ്റ് ഒക്കെ പോയി കഴിഞ്ഞാൽ റൂം ഫ്യൂമിഗേറ്റ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ലാബുകൾ ഫ്യൂമിഗേറ്റ് ചെയ്യാറുണ്ട്. എന്തെങ്കിലും ഒരു ക്രോസ് കണ്ടാമിനേഷൻ ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ലാബ് ഫ്യൂമിഗേറ്റ് ചെയ്യാറുണ്ട്. സോ ഫ്യൂമിഗേഷൻ പ്രോസസ് ഓഫ് ഗ്യാസ് സ്റ്റെറിലൈസേഷൻ ഇസ് യൂസ് ടു കിൽ ഓഫ് മൈക്രോ ഓർഗാനിസം ആൻഡ് പ്രിവെന്റ് ഓഫ് മൈക്രോബിയൽ ഗ്രോത്ത് ഇൻ എയർ, സർഫസ് വാൾ, ഫ്ലോർ. സോ തറയിൽ, ചുമരിൽ, എയറിൽ ഇതിലുള്ള മൈക്രോ ഓർഗാനിസിനെ കൊല്ലുക എന്നുള്ളതിന്റെ മേജർ പ്രിൻസിപ്പിളാണ് ഫ്യൂമിഗേഷൻ അല്ലെങ്കിൽ ഗ്യാസ് സ്റ്റെറിലൈസേഷൻ. So generally used in the pharmaceutical operation theater, hospital and office. So for effective fumigation process is done according to the density, humidity, 60% temperature, never below 18 degrees Celsius in open area around a time of 1 hour to 16 hours. It may differ the gas kills the spores, radiated cell, etc. So basically നമുക്കിപ്പോൾ റൂം ഫ്യൂമിഗേറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഒരു ഏരിയ നമുക്ക് ഫ്യൂമിഗേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടുത്തെ ഹ്യൂമിഡിറ്റി 60 ഡിഗ്രിയും ടെമ്പറേച്ചർ 18 ഡിഗ്രിക്ക് താഴെയും ആകാൻ പാടില്ല എന്നുള്ളതാണ്. 1 hour to 16 hours വരെ ചെയ്യാം. നോർമലി ഒക്കെ ഇന്ന് ചെയ്ത് കഴിഞ്ഞാൽ
പിന്നെ ഇന്നത്തെ ദിവസം തുറക്കില്ല, പിറ്റേ ദിവസം നമ്മൾ തുറക്കാറുള്ളൂ റൂമല്ല, ബേസിക്കലി നമ്മൾ അങ്ങനെ ചെയ്യാറില്ല കേട്ടോ. ലാബുകളൊക്കെ ഒന്നും അങ്ങനെ ചെയ്യാറില്ല ക്രോസ് കണ്ടാമിനേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ. സോ ഇത് സ്പോർട്സിനെയും വെയിറ്റേജ് സെൽസിനെയും എല്ലാത്തിനും കൊല്ലും ഭയങ്കര എഫക്റ്റീവ് മെക്കാനിസം ആണ് കേട്ടോ ഈ ഒരു ഫ്യൂമിഗേഷൻ എന്ന് പറയുന്നത്. സോ ഗ്യാഷ്യസ് ഏജന്റിന് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഫോർമാൽഡിഹൈഡ്, എത്തിലീൻ ഓക്സൈഡ്, ഗ്ലൂട്രയാൽഡിഹൈഡ് ആൻഡ് പ്രൊപ്പിയോലാക്ടോനേറ്റ് ആണ്. സോ ഒരു ഡിസഡ്വാൻറ്റേജ് എന്താണ്? ഐക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കും, മ്യൂക്കസ് മെംബ്രെയിനും ഒക്കെ നമുക്ക് ഒരു ഇറിറ്റേഷൻ ഉണ്ടാക്കും, ഒരു അൺവാണ്ടഡ് ഓർഡർ ഉണ്ടായിരിക്കും. സോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഈ ഫ്യൂമിഗേറ്റ് ചെയ്തിട്ട് നമ്മളെ റൂമിൽ കയറുമ്പോൾ കണ്ണൊക്കെ ഭയങ്കര നിന്നുറും, നമുക്ക് കണ്ണൊക്കെ നിറഞ്ഞു കൂട്ടാം, വെള്ളം കൊണ്ട് നിറയും കൂട്ടാം. സോ അത് മാത്രമല്ല നമുക്കൊരു വൃത്തിയായിട്ടൊരു പന്ന വാടയായിരിക്കും, അങ്ങനെ കയറാൻ നമുക്ക് തോന്നില്ല, ഭയങ്കര വാടയാണ്, തുറക്കുമ്പോൾ ഇങ്ങനെ ഘുമ്മനെ അടിച്ചു വരും കൂട്ടാം. അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഇഷ്ടപ്പെടാൻ വലിയ ചാൻസ് ഇല്ല. സോ ഇതാണ് ഗ്യാഷ്യസ് ഏജൻസുകൾ. സോ നെക്സ്റ്റ് ഇസ് ലോ ടെമ്പറേച്ചർ ആണ്. സോ ലോ ടെമ്പറേച്ചർ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയിക്കാണ് എന്ത് ലോ ടെമ്പറേച്ചർ എന്നുള്ളത്. So cold has the effect of decreasing or competitively stopping the growth of bacteria. Constant freezing will destroy and inhibit the growth of bacteria. So normally നമ്മൾ ഒരു ഭയങ്കര ഒരു കോൾഡ് കണ്ടീഷനിലേക്ക് പോവുകയാണെങ്കിൽ ബാക്ടീരിയയുടെ ഗ്രോത്ത് കുറയുകയും അതിൻ്റെ ഫെർദർലി റെപ്ലിക്കേഷനൊക്കെ പ്രിവെൻറ്റ് ചെയ്യുകയും ചെയ്യും എന്നുള്ളതാണ് ലോ ടെമ്പറേച്ചർ കൊണ്ട് ഉപയോഗിക്കുന്നത്. സോ ഫ്രീസ്ഡ് കണ്ടീഷൻ ആണെങ്കിൽ അത് ഇൻഹിബിറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഗ്രോത്ത് ഡിലേ ചെയ്യുകയോ ചെയ്യാം. ഇനി അത് മാത്രമല്ല, നമുക്ക് ഫ്രീസ്ഡ് കണ്ടീഷൻ നമ്മൾ പിന്നെയും ഫർദർലി പോവുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ ഡിസ്ട്രോയ് ചെയ്യാനും നമുക്ക് പറ്റും എന്നുള്ളതാണ് ഈ ലോ ടെമ്പറേച്ചറിൽ നമുക്ക് പറയാനുള്ളത് കേട്ടോ. അധികമൊന്നും ഇല്ല, ഭയങ്കര എളുപ്പമാണ്. സോ ഇത്രയേ ഉള്ളൂ പറയാൻ. നിങ്ങൾ ബേസിക് ആയിട്ട് ആ ഒരു ഫസ്റ്റ് കണ്ട ക്ലാസിഫിക്കേഷൻ പഠിക്കുക, പിന്നെ ഓരോന്നിൻ്റെയും ബേസിക് യൂസ് പഠിക്കുക, ആലോചിക്കുക. ഇത് ഡി ഫാമിന് എസ് എഴുതേണ്ടതോ ബി ഫാമിന് എസ് എഴുതേണ്ടതോ അല്ല, കോമ്പറ്റേറ്റീവ് എക്സാംസ് ആണ്. നമുക്ക് വേണ്ട പോയിന്റ്സുകൾ മാത്രം എടുക്കുക, ബാക്കിയുള്ളത് വിട്ടുക കേട്ടോ. സോ നിങ്ങൾക്ക് ബുക്കുകളൊക്കെ റെഫർ ചെയ്യാം. ഒരുപാട് ചവർ പോലെ 5, 6 ഒക്കെ ക്ലാസ്സുകൾ ചിലപ്പം ആ ടെക്സ്റ്റ് ബുക്കാണ് പഠിച്ച പോലെ തീരില്ല തോന്നും, പക്ഷേ അത് നമുക്ക് എൻ്റെ ആവശ്യമില്ല കേട്ടോ. ബേസിക് കാര്യങ്ങൾ മാത്രം മതി. സോ നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.